നമസ്കാരം ഗൈസ്. ഓക്കെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബാണ് നമുക്ക് അടുത്തടുത്ത് വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ബിഗ് ബില്യൺ ഡേയ്സിൽ 2023 നമ്മൾ ഓർഡർ ചെയ്ത 4ാമത്തെ പ്രോഡക്റ്റാണ് സംഭവം നമുക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയെങ്കിൽ നമ്മൾ ഓഫീസ് എക്സിക്യൂട്ടീവ് ചെയറാണ് ശരിക്കും പറഞ്ഞാൽ സവ്യ ഹോംസ് പറഞ്ഞ ഒരു ബ്രാൻഡിൽ അപ്പോളോ HBCB എന്ന് പറഞ്ഞ മോഡലിന്റെ ചെയറാണ്, ഓഫീസ് എക്സിക്യൂട്ടീവ് ചെയറാണ് പറഞ്ഞത്. അപ്പോൾ അത് അന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കൂടുതൽ നോക്കിയെങ്കിൽ നമ്മൾ വർക്ക് ഫ്രം ഹോം ഉള്ള ആൾക്കാർക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ വർക്ക് ഫ്രം ഹോമിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരു കസേര എടുക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മറക്കാണ്ട് അവർക്കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ചാനൽ കൂടി ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സംഭവം ഞാൻ നോക്കിയപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ഒരു കസേരയായിട്ട് അസംബ്ലി ആയിട്ട് കസേരയായിട്ട് തന്നെ വരണം വിചാരിച്ചത്. നോക്കിയപ്പോൾ ഇതൊരു ബോക്സിൽ വന്നിരിക്കുന്ന ഗൈസ്. ഓക്കെ, ഇത് എന്തായിരിക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ തുറന്നു നോക്കിയാലേ അറിയില്ലോ എന്തെങ്കിലും പൊട്ടി ഉണ്ടായിരിക്കോ ഇല്ലെന്ന് ഒന്നും പിടുത്തൊന്നുമില്ല. അസംബ്ലി ഈസി എന്നാ പറയുന്നത്, ടൂൾസ് ഒന്നും ആവശ്യമില്ല ഇതിൽ ഇട്ടുണ്ടായിരുന്നെ. അപ്പോൾ തുറന്നു നോക്കുക, പറ്റുമെങ്കിൽ അസംബ്ലിയും ചെയ്യുക. ഓക്കെ, അപ്പോൾ മറക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ, അപ്പോൾ തുടങ്ങട്ടെ. അങ്ങനെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാന് നോക്കട്ടെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിരിക്കോ ഇല്ലേന്ന് ഉറപ്പെടുത്തില്ല. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ കസേര ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. ഇത് വരുന്നില്ല, ഇത് അതേപോലെ വരുമോ? തുറന്നു, പുറത്ത് തുറന്ന പോലെ ആ സൈഡ് തുറന്നില്ല. സംഭവം ആദ്യം തന്നെ ഒരു ചെറിയ ബോക്സ് കണ്ടു, അപ്പോൾ അത് തന്നെ ആദ്യം എടുക്കാൻ വിചാരിച്ചു. ഇതെന്തിട്ടാ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ഗായ്സ്. തുറന്നു നോക്കാം എന്തായിരിക്കും. കുറച്ച് വെയിറ്റ് ഉണ്ട് ശരിക്കും. ഇത് മാനുവലാ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഈ ബോട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടൂൾ ബോട്ട്സ് പറഞ്ഞാൽ അന്ന് ആവശ്യമായിട്ടുള്ള ബോൾട്ട് നട്ട് കാര്യങ്ങളൊക്കെ. ഇതാണ് ആ സെൻട്രൽ വരുന്ന ഒരു പ്രിസ്റ്റൺ റോഡ്. നമ്മൾ ആ ട്രോളിയിൽ വരില്ലേ സെൻട്രൽ സപ്പോർട്ട് ചെയ്യുക, അതാണ് ഗൈസ് ഇത്. ഇതാൻ്റെ ഉള്ളിൽ കവർ പോലത്തെ സംഭവം, ആ പ്രിസ്റ്റണ് കവർ ചെയ്യാനായിട്ട്. ഇത് നോക്കിയെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലമല്ലേ ആ പ്രിസ്റ്റണായിട്ട് ജോയിൻ്റ് ചെയ്യുന്ന സംഭവം ഇത് ശരിക്കും പറഞ്ഞാൽ. അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ മൂവ്മെൻ്റ് ഇല്ലേ, ആ ലീവറാണ് കാണുന്നത്. ഇതാ അത്ര വെയിറ്റ് ആയിട്ട് തോന്നി ശരിക്കും പറഞ്ഞാൽ. ബോക്സ് എടുത്തപ്പോൾ ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇതാ നല്ലൊരു വെയിറ്റ് ആയിട്ട് തോന്നി. അടുത്ത് നോക്കിയെങ്കിൽ ഇതെങ്ങനെ എടുക്കുക. ഇത് നല്ലൊരു വെയിറ്റ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഇത് എല്ലാം കൂടി ചേർന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഇവർ. ഇത് പൊളിച്ചു നോക്കാം എന്തുണ്ടെന്ന് നോക്കാം. ഇത് നോക്കിയെങ്കിൽ നമ്മുടെ ബാക്ക് സൈഡ് വരുന്ന ഇതെവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടാവോ? പൊക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, എങ്ങനെ എടുത്താലും വരുന്നില്ലല്ലോ ഗായ്സ്. ഫൈനലി ഞാൻ എടുത്തു വിട്ടാ. ഇതാണ് സംഭവം. ഓക്കെ, വിട്ട് ഹെഡ് റെസ്റ്റോടെ ഉണ്ട്. സംഭവം എങ്ങനെയുണ്ട് ഗായ്സ്? ഇത് എവിടെയൊക്കെയാവോ നോക്കട്ടെ. ഇത് അടിയിൽ വരുന്ന ആ ട്രോളിയാണ് ശരിക്കും പറഞ്ഞാൽ. വെറും ട്രോളി മാത്രമല്ലോ, അന്ന് മുമ്പ് നമ്മളൊരു പ്രിസ്റ്റൺ കണ്ടില്ലേ, അതിൻ്റെ ഇടയിൽ പിടിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഫൈനലായിട്ട് ഗൈസ് നമുക്ക് കറക്റ്റ് ഇരിക്കാനുള്ള ഇത് കുഷൻ സീറ്റ് ഫുള്ളും കവർ ചെയ്ത് സീൽ ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ അൺബോക്സിങ് ചെയ്തു. ഇപ്പോൾ എങ്ങനെ പിടിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്
ഇതിൽ തന്നിരിക്കുക. ആക്ച്വലി നോക്കിയാൽ ഞാൻ ഗൈസ് നോക്കിയാൽ അറിയാൻ പറ്റും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ തന്നിരിക്കുകയാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം പിടിപ്പിക്കാൻ പറ്റുമില്ലാന്ന്. അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ എന്താ പറയുക, ഇതിൽ നമ്പറുണ്ട്, കസ്റ്റമറുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും സർവീസിന് ആൾക്കാർ വരുന്നതായിരിക്കും വിചാരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്ത് നോക്കാം, കിട്ടില്ലെന്ന് അറിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ മാത്രം അവരെ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പം തുടങ്ങട്ടെ. സംഭവം നോക്കി 4 സ്റ്റെപ്പാണ് പറഞ്ഞിരിക്കുന്നത്. 4 സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പ് വന്ന് ഇതായിരുന്നു, ഈ പ്രിസ്റ്റം വന്നിട്ട് അതിൻ്റെ ആ ട്രോളീൻ്റെ ഇടയിൽ വെക്കാനും പിന്നെ ആ കവർ വന്ന് അതങ്ങനെ മൂടി ഈ ഫുള്ള് ആ പ്രിസ്റ്റൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് വെക്കുന്ന പോലെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിയെങ്കിൽ നമ്മൾ വന്ന് ടൂൾ ബോക്സ് പോലത്തെ ഒരു ബോക്സ് ഉണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നട്ട് ബോൾട്ട് വാഷറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാഷർ നട്ടും ബോൾട്ടും ആദ്യം എടുക്കുക പുറത്തേക്ക് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഏറ്റവും ചെറിയ ബോൾട്ടാണ് ആദ്യം എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിരിച്ച് വയ്ക്കുക ആദ്യം തന്നെ. മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കിയെങ്കിൽ നമ്മുടെ സീറ്റ് ഇരിക്കുന്ന കുഷനും ഈ അടിയിൽ വരുന്ന അപ്പ് ചെയ്യുന്ന ലീവറും ജോയിൻ ചെയ്യാണ്. അതിന് വേണ്ടിയായിട്ട് നമ്മൾ 6x25 ബോൾട്ട് പറഞ്ഞ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇരിക്കുന്നതിൽ ഏറ്റവും ചെറിയ ബോൾട്ടായിരുന്നു അത്. അതിൻ്റെ കൂടെ അതും ഒരു വാഷറും കൂടി ചേർത്ത് പിടിപ്പിക്കുക. 4 എണ്ണം പിടിപ്പിക്കുക അതിൻ്റെ 4 കോർണറിലും. ആദ്യം ബോൾട്ട് എടുക്കുക, അതിന് മേൽ ഉള്ളിൽ വാഷർ ഇടുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേൽ ഉള്ളി സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുക കേട്ടോ. ആദ്യം കൈ കൊണ്ട് കുറച്ച് ടൈറ്റ് ചെയ്യുക. കൈ കൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ടൂൾ അവരെന്നെ തരണമായിരിക്കും, അല്ലെങ്കിൽ ആ ടൂൾ കൊണ്ട് നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്യുക. 4 ബോൾട്ടും മാക്സിമം ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോഴാണ് നമുക്ക് ലൂസ് ആവാണ്ടിരിക്കുമല്ലോ കേട്ടോ. നിങ്ങളത് പിടിപ്പിക്കുന്ന മുമ്പ് ഒരു ഡയറക്ഷൻ അതിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഡയറക്ഷനിൽ കറക്റ്റാണെന്ന് നോക്കുക. അത് നോക്കിയിട്ടേ നമ്മൾ ബോൾട്ട് പിടിപ്പിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി അടിയിലത്തെ ബോൾട്ട് പിടിപ്പിച്ച് ഇനി ഈ ബാക്കിലത്തെ സപ്പോർട്ടും നമ്മൾ ഇരിക്കുന്ന കുഷനും കൂടി പിടിപ്പിക്കേണ്ടി വരും. അത് നമുക്ക് ലെങ്ത്ത് കൂടിയ ബോൾട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടാനായിട്ട് സുഖം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ടൈറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതും വലിയ ബോൾട്ടും ഒരു വാഷറും വെച്ച് ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. വാഷറും ബോൾട്ടും അവർ ആ കിറ്റിൻ്റെ കൂടെ തന്നിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ആദ്യം ടൈറ്റ് ചെയ്ത് ആക്കുക. ഉള്ളിൽ സ്ക്രൂ ലൈറ്റായിട്ട് നമ്മൾ കൈ കൊണ്ട് തിരിക്കുക. അത് കഴിഞ്ഞിട്ട് എലങ്കിയോട് ടൈറ്റ് ചെയ്യുക. എലങ്കിയിൽ മാക്സിമം ഫുൾ ടൈറ്റ് ചെയ്യണം. ഈ 6 ബോൾട്ടും മാക്സിമം ഫുള്ള് ടൈറ്റ് ചെയ്യണം കേട്ടോ. മാക്സിമം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി റീചെക്ക് ചെയ്യുക കേട്ടോ. ടൈറ്റ് ചെയ്തോ ഇല്ലെന്ന്, ഫുൾ ടൈറ്റ് ആവുന്നോ ഇല്ലെന്ന് ഒന്നുകൂടി റീചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ ഫൈനൽ സ്റ്റെപ്പ് നോക്കിയാൽ വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മൾ ആ ടൈറ്റ് ചെയ്ത ഇത് വന്ന് അടിയിൽ നമ്മൾ പ്രിസ്റ്റനായിട്ട് ഉള്ളിൽ കണക്ട് ചെയ്താൽ കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് വെക്കുക, അപ്പ് ആൻഡ് ഡൗൺ ചെക്ക് ചെയ്ത് വെക്കുക, ഓക്കെ ആണല്ലോ. അങ്ങനെ ഫൈനലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കൂടി സുഖമായിട്ട് വീട്ടിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഓഫീസിൽ നിങ്ങൾ മേടിക്കുന്ന അവർ ഓഫീസിൽ വെച്ചും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ടൂളും ആവശ്യം വന്നില്ല. ആ പാട് നമുക്ക് നോക്കി ഒരു എല്ലെങ്കിൽ മാത്രം തന്നിട്ടുണ്ടായിരുന്നു, അതും അവർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ആവശ്യമായിട്ടുള്ള ബോൾട്ട് നട്ടും കാര്യങ്ങളെല്ലാം അവർ തന്നെ തന്നത് കൊണ്ട് നമ്മൾ ജസ്റ്റ് മാത്രം കറക്റ്റ് അതിൻ്റെ മാനുവൽ പോലെ ആ ബോൾട്ട് ഇടുക, ടൈറ്റ് ചെയ്യുക, അത്ര മാത്രം ചെയ്താൽ മതി. സുഖമായിട്ട് ശരിക്കും പറഞ്ഞാൽ നോക്കിയേ, നല്ല സുഖമല്ലേ ശരിക്കും പറഞ്ഞാൽ, നല്ല കിടിലൻ പ്രോഡക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ വില നോക്കിയെങ്കിൽ ഏകദേശം നോക്കിയെങ്കിൽ 4599 രൂപ അത്രയല്ലോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് ഓഫീസ് എക്സിക്യൂട്ടീവ് ചെയറാണ് ശരിക്കും, ഹെഡ് റെസ്റ്റ് കൂടി ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ വിലയ്ക്ക് നോക്കിയെങ്കിൽ എൻ്റെ നല്ലൊരു ഓഫറാണ്, കിടിലൻ ഓഫറാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഓഫർ കഴിഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ, ഇനിയും ഉണ്ട്, ഇനിയും 2-3 ദിവസം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ മേടിക്കാനല്ല താല്പര്യം, മേടിക്കുക. ഇത് കൂടുതൽ നോക്കിയെങ്കിൽ MNCയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർ വന്ന് വർക്ക് ഫ്രം ഹോം എടുക്കുന്ന ആൾക്കാർക്ക് മാത്രം പറഞ്ഞാൽ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആരെങ്കിലും എടുക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരെയും സീ യു, ഗുഡ് ബൈ.